എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്നൊരു അടിപൊളി മീൻ കറി തയ്യാറാക്കാം. അതിനായിട്ട് തെമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മീനാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊരു 1/2 കിലോ മീനാണ് ഉള്ളത്. ഇത് കഴുകി വൃത്തിയാക്കി എടുത്ത് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മീനാണ് കേട്ടോ. ഇത് നാളികേരപ്പാൽ ചേർത്തിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു 4-5 ചുവന്നുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 3 പച്ചമുളക് നടുകീറിയതാണ്. ഇനിയിപ്പോൾ നമുക്കതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ മീൻ കറി എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇതിൽ ഞാൻ മല്ലിപ്പൊടി ചേർക്കണില്ല, മുളക് പൊടി മാത്രമാണ് കേട്ടോ ചേർക്കണത്. ഇനി നമുക്ക് കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ കല്ലുപ്പാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നമ്മൾ പരമാവധി കല്ലുപ്പ് കറികളിൽ ചേർക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് ഒരു 3 ടീസ്പൂൺ മുളക് പൊടിയാണ്. ഇത് എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. പിന്നെ നമുക്കതിലേക്ക് ഒരു 1-1.5 ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. ഇനി വേണ്ടത് പെരിഞ്ചീരകമാണ്. പെരിഞ്ചീരക പൊടിയായാലും ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ പൊടി കഴിഞ്ഞ കാരണമാണ് ഞാൻ മുഴുവനുള്ള പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നമ്മുടെ കൈവച്ച് നല്ലതുപോലെ തിരുമ്മിയെടുക്കണം. കൈവച്ച് തന്നെ തിരുമാനായിട്ട് നോക്കണം കേട്ടോ. നമ്മളിപ്പോൾ ഇങ്ങനെയുള്ള ഇതൊക്കെ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് നല്ലതുപോലെ തിരുമ്മിയെടുക്കണം. അപ്പോഴാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ് വരിക. ഇനിയിപ്പോൾ നമുക്കതിലേക്ക് ഒരു 3 കഷ്ണം കുടംപുളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നാളികേരപ്പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് ഒരു മീഡിയം വലിപ്പമുള്ള നാളികേരം മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചെരുകി അതിൽ നിന്ന് 1-ാം പാല് മാറ്റി വെച്ചിട്ടുണ്ട്. അതായത് നമുക്ക് തലപ്പാൽ എന്ന് പറയില്ലേ, അത് വെള്ളം ചേർക്കാത്ത പാല്, അതൊരു 3/4 കപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി അത് പിഴിഞ്ഞെടുത്ത് അതിനുശേഷം ആ നാളികേരപ്പീരയിലേക്ക് ഒരു ഗ്ലാസ് അല്ല കേട്ടോ, 1 കപ്പ് വെള്ളം ചേർത്ത് അരിച്ചെടുത്തിട്ടുള്ള പാലാണ് ഇത്. ഇതൊരു 1/4 കപ്പ് പാലുണ്ട്. 250 ml കപ്പിൽ ഒരു 1/4 കപ്പ് നാളികേരപ്പാലുണ്ട്. ഇനി ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നമുക്ക് ഇളക്കി വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മീനൊക്കെ അവിടെ ഇരുന്ന് വെന്ത് വരട്ടെ. അതാ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ അധികം ഇങ്ങനെ ഇളക്കി കൊടുക്കൊന്നും വേണ്ട, അങ്ങനെ ഇരുന്ന് തിളക്കട്ടെ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. മീൻ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകാതെ മെല്ലനെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ ചാറൊക്കെ ഏകദേശം വറ്റി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് അതിലേക്ക് ഉപ്പിൻ്റെ അളവൊക്കെ ചെക്ക് ചെയ്യണം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഒന്നുകൂടി നല്ലതുപോലെ തിളച്ച് ഒരു 3-4 മിനിറ്റും കൂടി ഒന്ന് നല്ലതുപോലെ തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ കറി പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ചാറൊക്കെ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് 1-ാം പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിന് മുന്നേ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫാക്കാം കേട്ടോ. അതായത് നമുക്കിപ്പോൾ ഇതാ ചട്ടിയിൽ തന്നെ ഇരുന്ന് അത് നല്ലതുപോലെ തിളയ്ക്കും. ആ സമയത്ത് നമുക്ക് നാളികേരപ്പാൽ ചേർത്ത് കൊടുക്കാം. പിന്നെ പാൽ ചേർത്ത് കൊടുത്ത് കറി തിളപ്പിക്കാൻ പാടില്ല. ഇനിയിപ്പോൾ ഒന്ന് നമുക്ക് ഇളക്കി നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ചട്ടിയുടെ ചൂടിൽ തന്നെ ഇരുന്നിട്ട് ആ നാളികേരപ്പാലൊന്ന് വെന്തിട്ടുണ്ടാവും കേട്ടോ. പിന്നെ തിളപ്പിച്ച് കഴിഞ്ഞാൽ പാല് പിരിഞ്ഞു പോകും. ഇനിയിപ്പോൾ നമുക്ക് കറിയിലേക്ക് ഉള്ളി കാച്ചി ഒഴിക്കണം. അതിനുവേണ്ടി ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു 5-8 അല്ലി ചുവന്നുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അത് ഉള്ളിയൊക്കെ നല്ലതുപോലെ മൂത്ത് ബ്രൗൺ കളറായി വരണം. പിന്നെ വീഡിയോ കാണുന്ന എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത്, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി തരണം. എന്നാലാണ് യൂട്യൂബ് നമ്മളതിനെ റെക്കമെൻഡേഷനിലേക്കൊക്കെ കൊണ്ടുപോകുള്ളൂ. അപ്പോഴാണ് നമുക്ക് കൂടുതൽ സബ്സ്ക്രൈബറും അതുപോലെ തന്നെ വ്യൂസ് കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും അങ്ങനെ ചെയ്യണം കേട്ടോ.
ഇപ്പോൾ ദാ നമ്മുടെ ഉള്ളിയൊക്കെ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അത് മൂത്ത് വരുമ്പോൾ നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ദാ നമ്മുടെ ഉള്ളിയൊക്കെ മൂത്ത് കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി പാലൊഴിച്ചിട്ടുള്ള മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് അറിയിക്കണം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും നന്ദി.